2024 ജൂലൈ 30 മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ കേരളം കണ്ട ഏറ്റവും ഭീകരമായ ദുരന്തങ്ങളിലൊന്നായിരുന്നു. 298 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. മരിച്ചു എന്ന് കണക്കാക്കിയവരിൽ നിരവധി പേരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്താനായത്. 32 പേരെ ഇന്നും കണ്ടെത്താനായിട്ടില്ല. ഇതിൽ തന്നെ 100 കണക്കിന് കുടുംബങ്ങൾ ഇന്നും ദുരിതത്തിന്റെ നിഴലിലാണ്. 807 കുടുംബങ്ങളാണ് ഇപ്പോഴും വാടക കെട്ടിടങ്ങളിൽ കഴിയുന്നത്. 1555 വീടുകളാണ് ദുരന്തത്തിൽ പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി മാറിയത്. ഗുണഭോക്തൃ പട്ടികയെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങളും ആക്ഷൻ കമ്മിറ്റിയുടെ സമരവും ഹൈക്കോടതിയുടെ ഇടപെടലുമെല്ലാം ദുരന്തബാധിതരുടെ വേദനയുടെ പശ്ചാത്തലത്തിലാണ് നടന്നത്. എന്നാൽ ഈ ദുരന്തത്തിന്റെ ചൂടിൽ രാഷ്ട്രീയം വേവിക്കാനും ഒരുപാട് ശ്രമം നടന്നു. കേന്ദ്ര സഹായം വൈകിയതും വായ്പാനുമതികളിൽ തടസ്സം നേരിട്ടതും ഹൈക്കോടതി പോലും ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ മാത്രം ലക്ഷ്യമാക്കി വിമർശനമുയർത്തിയത് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള പ്രതിപക്ഷമാണ്. പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ചിട്ടും അടിയന്തര സഹായം അനുവദിച്ചില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോപണത്തിന് മറുപടി നൽകാതെ സർക്കാർ ചെയ്തു കൊടുക്കുന്ന ഓരോ കരുതലിനും കുറ്റം ചുമത്താൻ മാത്രം പെടാപ്പാടുപെടുകയായിരുന്നു പ്രതിപക്ഷം. ഇതിനിടയിൽ മാതൃകാപരമായ ടൗൺഷിപ്പ് പദ്ധതി മുന്നോട്ട് വെച്ച് പ്രവർത്തനം വേഗത്തിലാക്കിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരാണ്. ഫെബ്രുവരി 25 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 178 വീടുകളുടെ താക്കോൽ കൈമാറാൻ ഒരുങ്ങുകയാണ്. 410 വീടുകൾ ഉൾപ്പെടുന്ന സമഗ്ര ടൗൺഷിപ്പാണ് ഒരുങ്ങുന്നത്. വീട് മാത്രമല്ല, 11.42 കിലോമീറ്റർ റോഡ്, സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, കുടിവെള്ള ടാങ്ക്, ഭൂഗർഭ വൈദ്യുതി ശൃംഖല, ആരോഗ്യ കേന്ദ്രം, മാർക്കറ്റ്, അങ്കണവാടി, ഓപ്പൺ തിയേറ്റർ വരെ ഉൾപ്പെടുന്ന സമഗ്ര പുനരധിവാസ മാതൃക. 1000 ചതുരശ്ര അടിയിൽ 2 ബെഡ്റൂം, 2 ബാത്റൂം, പഠനമുറി, അടുക്കള, വർക്ക് ഏരിയ എന്നിവയോടെ പ്രളയ ഭൂകമ്പ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച വീടുകളാണ് നൽകുന്നത്. പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് 5 വർഷവും ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് 3 വർഷവും വാറന്റിയുണ്ട്. ഇത് വീട് നൽകി ഫോട്ടോ എടുക്കുന്ന രാഷ്ട്രീയമല്ല, ജീവിതം പുനർനിർമ്മിക്കുന്ന ഭരണ ഉത്തരവാദിത്തമാണ്. ഇതിനിടെ 105 വീടുകൾ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് 51 വീടുകൾ അവസാന ഘട്ടത്തിലെത്തിയെന്ന് പറയുന്നു. കോൺഗ്രസ് ഇപ്പോഴും തറക്കല്ലിടൽ ചടങ്ങിന്റെ രാഷ്ട്രീയത്തിലാണ്. രാഹുൽ ഗാന്ധി എത്തി ശിലാസ്ഥാപനം നടത്തുമെന്ന പ്രഖ്യാപനം വലിയ വാർത്തയാക്കുമ്പോൾ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള വ്യക്തമായ സമയപരിധിയെക്കുറിച്ച് അവർക്ക് വ്യക്തതയില്ല. ദുരന്തം കഴിഞ്ഞ് വർഷവും മാസങ്ങളും കഴിഞ്ഞിട്ടും പ്രവർത്തനത്തിൽ കാലതാമസം നേരിട്ടതിനെ കുറിച്ച് വിശദീകരണം ചോദിക്കേണ്ട അവസ്ഥയിലാണ് അവരുടെ ജില്ലാ നേതൃത്വം. വോട്ട് ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്ന പ്രതിപക്ഷ ആരോപണത്തിന് മറുപടിയായി റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഏപ്രിൽ 30-നകം അർഹരായ എല്ലാവർക്കും വീടുകൾ കൈമാറുമെന്ന വാഗ്ദാനം പാലിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്ന ഉത്തരം മാത്രമാണ്. ദുരന്തബാധിതർക്ക് വാടക തുടരുമെന്നും കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിൽ സംരംഭങ്ങളിൽ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ ആദ്യം വീട് വേണ്ടെന്ന് പറഞ്ഞവരും ഇപ്പോൾ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുവെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ സർക്കാരിന്റെ പ്രവർത്തനത്തിനെതിരായ പ്രചാരണങ്ങൾക്കുള്ള മറുപടിയാണ്. ഇത് മറ്റാരെങ്കിലും നൽകുന്നത് പോലെ ഒറ്റപ്പെട്ട വീടല്ല, സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുള്ള സമഗ്ര പുനരധിവാസ മാതൃകയാണ്. ദുരന്തത്തിന്റെ മുറിവിൽ രാഷ്ട്രീയം വിതയ്ക്കാനാണ് ചിലർ ശ്രമിച്ചത്. എന്നാൽ ദുരന്തബാധിതരുടെ ജീവിതം പുനർനിർമ്മിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. അത് തുടരുകയും ചെയ്യും.